വരൂ ചേച്ചി വരൂ. വേണ്ട അവിടെ പോയി നോക്കണം. അപ്പുറത്തേക്കാണ് വീട്ടിൽ അവിടെ വരാം. അവിടെ വരുമ്പോൾ എൻ്റെ അമ്മ ജില്ലയുടെ പ്രസിഡന്റാണ്. അറിയാലോ, ഒന്നും പറയേണ്ട കാര്യമില്ല. എല്ലാം കൂടെ നാട് നമ്മുടെ മെമ്പർമാരെല്ലാം കൂടെ അവർ രക്ഷപ്പെടുത്തി തന്നെ അവരെ ഗവൺമെൻറ്റിനോട് സംസാരിക്കുന്നത്. ഞങ്ങളെ പാർട്ടിപരമായിട്ടൊരു പരിപാടി ഞാനൊക്കെ നടത്തി സംസാരിക്കും. ആളെ ഷോക്കായിട്ട് ശരി മോനാണ് റെഡിയാക്കി എവിടെ പുലിസ് എവിടെ എവിടെയാണ് എവിടെയാണ് ആ പയ്യനെവിടാ എല്ലാവരും കൂടി കുട്ടിക്ക് പ്രശ്നമാവും. അടുത്തേക്ക് പോകണമെന്നില്ല. എല്ലാവരും കൂടി അടുത്തേക്ക് പോകണ്ട. അവന് ഇൻഫെക്ഷനാണ് വരുന്നത്. ഭക്ഷണം കഴിക്കണ്ടോ? ഇപ്പൊ സുഖമുണ്ടോ? മരുന്ന് കഴിക്കണ്ടോ? തൊടുന്നില്ല. ചോദിച്ചു രാവിലെ യാത്ര ചെയ്തെന്നാണ് മോനെ തൊടുന്നില്ല. ഞങ്ങളുടെ യാത്ര ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ മോന് വരാതിരിക്കാൻ.
ഗുളിക രാവിലെ കഴിച്ചോ? പേടിച്ചോ? വെന്റിലേറ്ററിലൊക്കെ ആയിട്ട് ടെൻഷനായിരുന്നു. എത്രയെല്ലാം പഠിക്കും? അങ്ങനെ ഇച്ചിരി കണ്ടു. രണ്ട് പിള്ളേര് എപ്പോഴും വരുമ്പോൾ കൂടുതൽ സഹനത്തിലുണ്ട്. ചെയ്യാൻ പറ്റും. അത് വലിയ കാര്യം. അവർക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയാൽ ചെയ്യാം കേട്ടോ. ചെയ്യാം. കഴിവിൻ്റെ പരമാവധി ഒരു മാസം സൗകര്യത്തിൻ്റെ നോക്കുന്നു. ഭക്ഷണം സ്ഥലം ഇവർക്ക് ഗവൺമെന്റ് കൊടുത്തതാ? സ്ഥലം വീട് കെട്ടാൻ പറ്റില്ല. ചെറിയ ഇത് ചെയ്യാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനോട് നല്ല വീഡിയോകൾ ചെയ്ത് തരാൻ പറയാനാണ് ഇപ്പോൾ നമ്മളൊക്കെ ഇടപെടുന്നത്. അത് കേട്ടിട്ട് നമുക്ക് ടോട്ടലില്ല. ഈ പ്രോപ്പർട്ടി ഇത് പറിച്ചു കൊടുക്കാനുള്ള സമയമൊന്നും ആയില്ല. വെള്ളമൊന്നും കിട്ടുന്നില്ല. അത് പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇത്രയും ഈ 58 കുടുംബം ഇത്രയും ഈ ഡേഞ്ചറസ് ആയ സ്ഥലത്ത് താമസിക്കുന്നു. ഇതിൽ സെപ്റ്റായ കുടിവെള്ളമെല്ലാം ഒരേ അവസ്ഥയില്ല. അതാണ് കൂടുതൽ അവസ്ഥ. ഇവർക്ക് ഒരിക്കലും ഈ കരവാൻ പോലുള്ള സ്ഥലത്തേക്ക് താൽക്കാലിക നിർമ്മിച്ചാലും അവരെ അങ്ങോട്ട് മാറ്റാൻ പറ്റും. ഇതൊരു നമുക്ക് മുമ്പൊരു പ്രോജക്റ്റ് നമ്മൾ റബ്ബർ മിഷൻ എന്നൊക്കെ ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു കോവിഡിന് മുമ്പ്. പക്ഷെ അത് ബ്ലോപ്പായി പോയി. അതിനുശേഷം ഒരു തുടർ പ്രവർത്തനമൊന്നും നടന്നിട്ടില്ല. ഒരു ടൂറിസം മേഖല കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെയുള്ള ഒരു 150 കുടുംബം കുറച്ച് പേർക്ക് അവർക്കൊരു ജീവിത നിലവാരം മാറും, ഒരു ജീവിത സാഹചര്യം ഉണ്ടാവും. പിന്നെ അതിന് നമ്മളെ കേന്ദ്രമന്ത്രി. അപ്പം നമ്മളുടെ ഈ നിങ്ങളുടെ ഭരണസമിതിയുടെ തീരുമാനം എന്തായിരുന്നു ഈ വിഷയത്തിൽ? ഭരണസമിതി ഇപ്പോഴും ഭരണസമിതി അനുകൂലമായിരുന്നു. ഇപ്പോഴത്തെ ഭരണസമിതി സപ്പോർട്ടൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? ഇവരുടെ ഈ ഒരു അവസ്ഥ ഈ സംഭവം ഉണ്ടായിട്ട് ഇത് അധികൃതരും വന്നു, പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ? ഇവിടെ കുടിവെള്ള പദ്ധതി കൊടുക്കുന്നില്ല. കാര്യം ഇവർക്ക് പിന്നെ ജലജീവൻ മിഷൻ്റെ പദ്ധതി കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം സ്വന്തമായിട്ട് പറ്റിയിട്ടൊന്നുമില്ലാത്തവർക്ക് സർക്കാരിൻ്റെ അനുമതി നേരിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു ശൗചാലയം ശാന്തി ഒന്ന് മൊബൈലിൽ സംസാരിക്കും. ഈ കുട്ടികളുണ്ടായി അങ്ങനെയാണെങ്കിൽ റോഡിലോട്ട് കയറിയിട്ട് അതല്ലേ നല്ലത്. അവസ്ഥ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇത് ഇപ്പൊ തന്നെ ഒരു വീട് കണ്ടപ്പോൾ തന്നെ അവസ്ഥ മനസ്സിലായില്ല. ലൈഫിലുണ്ട്. പക്ഷേ ലൈഫ് ഇങ്ങനെ നീണ്ടു പേരിലല്ലേ ഉള്ളൂ. PMAയുടെ നമുക്ക് വീടുമ്പോൾ പക്ഷേ വസ്തുള്ളവർക്ക് സംവിധാനമുള്ള അതും ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന. അപ്പോൾ തുടങ്ങാം. ഇച്ചിരി ബാക്കിലോട്ട് പിടിക്കണേ, ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് കൊടുക്കും.
മോനിഷ നമ്പർ വന്നില്ല. ഈ തൃക്കോൽവട്ടം പഞ്ചായത്തിലെ ചേരിക്കോണം വാർഡിൽ നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുമ്പ് നടന്ന 2 മരണം. 2 സഹോദരിമാരായിട്ടുള്ള 17-19 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട്, ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ച കൊണ്ട് മരണപ്പെട്ട സാഹചര്യം. അപ്പോൾ ഇന്ന് ബഹുമാനിയായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇവിടെ വരികയും ആ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുവാനും അതോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള തുടർ പ്രക്ഷോഭ പരിപാടികൾ BJP നടത്തുവാനും തീരുമാനിച്ചു. നമുക്കറിയാം, 2 കുട്ടികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന സാഹചര്യം. ആദ്യം 12 വയസ്സുകാരനായിട്ടുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മഞ്ഞപ്പിത്തം ബാധിച്ച ആശുപത്രിയിൽ പോയത്. ആ കുട്ടിയെ നോക്കുവാൻ വേണ്ടിയിട്ടാണ്, ആ കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരിമാരായിട്ടുള്ള 2 പെൺകുട്ടികൾ അവിടെ പോവുകയും ആ സഹോദരിമാർക്ക് ആ രോഗം പിടിപെടുകയും ആ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രമെന്ന് അവർ അവകാശപ്പെടുന്ന മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ കൊടുക്കുവാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടക്കമുള്ളവർ ഇവിടെ വരുന്ന സമയത്ത് ഈ മരണത്തിന്റെ ഉത്തരവാദി പിണറായി വിജയനും വീണ ജോർജുമാണ് എന്ന് നമുക്ക് പറയേണ്ടി വന്നു. ഈ ബന്ധപ്പെട്ട സ്ഥലം സന്ദർശിക്കുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. ഉന്നതമായ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല. പ്രാദേശികമായിട്ടുള്ള ചില ആൾക്കാർ മാത്രമാണ് വന്നു പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നുള്ളതാണ് BJP ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ച് വിശദമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുവാനും ഈ പ്രദേശം സന്ദർശിക്കുവാനും എത്തിച്ചേർന്നിട്ടുള്ളത് പാർട്ടിയുടെ ബഹുമാനിയായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷയാണ്. അതിന്റെ വിശദാംശങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നമ്മോട് പറയും. രണ്ട് കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഈ ജില്ലയുടെ കളക്ടറുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും ദാരുണമായിട്ടുള്ളൊരു വിഷയമുണ്ടായിട്ട് ഉത്തരവാദിത്വപ്പെട്ട ഇവിടെ നിന്ന് ജനപ്രതിനിധിയായിട്ട് ജയിച്ചു പോയിട്ടുള്ള MLAക്കും MP-ക്കും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടൽ അവർ നടത്തേണ്ടതായിരുന്നു. ഇതിന്റെ സാങ്കേതികത്വം പറഞ്ഞ് ജനങ്ങളോട് ഞങ്ങൾക്ക് ആ വകുപ്പില്ല, ഈ വകുപ്പില്ല, പാവങ്ങൾ ഇങ്ങനെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ കൂരയിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് അതിനല്ലല്ലോ അധികാരികൾ. അപ്പോൾ ഈ സാങ്കത്യം മാറ്റിവെച്ചുകൊണ്ട് നാളെ ഒരു ജീവിതം ഇവിടെ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ സാഹചര്യമൊരുക്കാൻ അടിയന്തരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. 2 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞു, രോഗബാധിതമായി മെഡിക്കൽ കോളേജിൽ പോയിട്ട് പായ വിരിച്ച് നിലത്ത് കിടന്നുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരോഗ്യവകുപ്പിന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധ്യമല്ല. അടിയന്തരമായിട്ട് കേരളത്തിന്റെ ഗവൺമെന്റ് ഈ മരണപ്പെട്ട കുട്ടികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതാണ്. ആ നഷ്ടപരിഹാരം കൊടുക്കാൻ 1 മണിക്കൂർ പോലും വൈകാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊല്ലത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത്. സമരങ്ങൾ ഇതിനെ തുടർന്നുണ്ടാകും. എനിക്കിവിടുത്തെ ബഹുമാനപ്പെട്ട കലക്ടറോട് പറയാനുള്ളത്, കലക്ടർ അടിയന്തരമായി ഈ പ്രദേശം സന്ദർശിക്കണം. ഇവിടുത്തെ മനുഷ്യർക്ക് സാധാരണ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നല്ല രീതിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കലക്ടർ ഒരു യോഗം വിളിച്ചു ചേർക്കണം. ആ യോഗത്തിൽ ഇതിന് പരിഹാരം എന്താണ് എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടും അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടും കലക്ടറുടെ നേതൃത്വത്തിൽ സംവിധാനം ഒരുക്കണം എന്ന് പറയാൻ കാരണം ഇവിടുത്തെ ജനപ്രതിനിധികൾ പരാജയപ്പെട്ടതുകൊണ്ടാണ്. MLAയും MP-യും ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടു പോയതുകൊണ്ടാണ്. പിന്നെ ഭൂമിയിൽ ചെളിയിൽ ഇറങ്ങി നടക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ ആരോഗ്യവകുപ്പിന്റെ കസേരയിലിരിക്കുകയും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് പ്രതിഷേധവും സമരങ്ങളുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നതല്ലാതെ ഒരു രീതിയിലും
മാനക്കേട് എന്ന് പറയുന്ന ഒരു വസ്തുത വീണ ജോർജിന് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വീണ ജോർജിന്റെ ഭാഗത്തു നിന്ന് ഉടനടി എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാകും എന്നൊന്നും ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുള്ള അനാസ്ഥയെ തുടർന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് മരണപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവൺമെന്റിന് ഒളിച്ചു മാറാൻ സാധ്യമല്ല. അടിയന്തരമായി ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാകണമെന്നും സമര പോരാട്ടവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നും പറയാനും ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള ചെറിയ സഹായം അവരെ ഏൽപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോഴേ കൊല്ലം ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഉണ്ട്, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, കൊല്ലം ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രികളെല്ലാം ഉണ്ട്. ഇവിടെ ഈ ആശുപത്രികളെല്ലാം ഇപ്പം അതായത് റഫർ ആശുപത്രികളായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അപ്പോൾ ജനങ്ങൾക്ക് ഇവിടെ ചികിത്സ കിട്ടുന്നുണ്ട്. അവിടെ ചെന്നാൽ അവിടെ ചികിത്സയില്ല. അതാണ് ഈ മരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതിനെക്കുറിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു കൊണ്ട് ശ്രീമതി ടീച്ചർ കേരളത്തിലെ പൊതുസമൂഹത്തോട് അന്ന് പ്രഖ്യാപിച്ചതാണ് താലൂക്ക് ആശുപത്രികളെ ജില്ലാ ആശുപത്രികളുടെ സംവിധാനത്തിലേക്ക് ഉയർത്തും, ജില്ലാ ആശുപത്രികളെ മെഡിക്കൽ കോളേജിന് തുല്യമായിട്ട് ഉയർത്തും എന്ന് പറഞ്ഞതാണ്. കയ്യിൽ ഭരണം കിട്ടിയിട്ട് 1 പതിറ്റാണ്ട് തികയാൻ പോകുമ്പോഴും അത്യാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളില്ലാതെ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ കൊല്ലം ജില്ലയിലെ മനുഷ്യർ അഭിമുഖീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനാസ്ഥയുടെ ഏറ്റവും മൂർത്ത രൂപം എന്ന് പറയുന്നത്. അതിന് സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തയ്യാറാകണം. പണക്കാർക്ക് മാത്രം ജീവിച്ചാൽ പോരാ ഈ സമൂഹത്തിനകത്ത് എന്നുള്ളതാണ്. സാധാരണക്കാർക്കും ജീവിതമുണ്ടാകണം. അവരുടെ കുഞ്ഞുങ്ങൾ വേറൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. ആ അച്ഛനെന്താ പറഞ്ഞത്? ഞാൻ ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് ഈ ചെറിയ സാഹചര്യത്തിൽ ഈ കൂരയിൽ കിടന്ന് എന്റെ മക്കളെ വളർത്തി വലുതാക്കിയിട്ട് 2 മക്കളും നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ വേദനയിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് മന്ത്രിമാർ എന്താ അവർക്ക് വരാൻ പറ്റാത്തത്? എന്താണ് അവർ അടിയന്തര പ്രാധാന്യത്തിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അതിനാവശ്യമായ രീതിയിൽ ഒരു യോഗം ഇവിടെ വിളിച്ചു ചേർക്കാത്തത്? അപ്പൊ അതിനർത്ഥം എന്താണ്? പാവപ്പെട്ടവരാണ്, ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരാണ് എന്നാണോ അവർ ഉദ്ദേശിക്കുന്നത്? അതല്ല എന്നാണ് ഞങ്ങൾ പൊതുസമൂഹത്തോടും ഭരണകൂടത്തോടും ആവശ്യപ്പെടുന്നത്. പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ആ ആവശ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അധികാരികളെ കൊണ്ട് ഈ വിഷയത്തിൽ മറുപടി പറയിപ്പിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഘടകം ഈ വിഷയം ഏറ്റെടുക്കുന്നത്. സംസ്ഥാനം എല്ലാ സപ്പോർട്ടും ഈ വിഷയത്തിൽ ആ ജില്ലാ ഘടകത്തിന് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പം മഴക്കാലം ആകുമ്പോൾ മഴക്കാല രോഗങ്ങൾ, വേനൽക്കാലം ആകുമ്പം വേനൽക്കാല രോഗങ്ങൾ. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഒരവസ്ഥ. അപ്പം ഈ മരുന്നിന് വേണ്ടി ആശുപത്രി ചെന്ന പാരസെറ്റമോൾ പോലും ഇല്ല. ഫാർമസിയിൽ ആരോഗ്യവകുപ്പിൻ്റെ ഒരു വിഷയമാണ്. ഫാർമസികളിലെ ഫാർമസിസ്റ്റുകളില്ല, ഡോക്ടർമാരില്ല. പല ആശുപത്രികളിലും ഉള്ള ഡോക്ടർമാരെല്ലാം ഈ താൽക്കാലിക ജീവനക്കാരാണ്. അവരതേ അവസ്ഥയിലേക്ക് പോകുന്നത്. ഇതൊരു കേരളത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. ഇതിനെക്കുറിച്ച് എന്താണ്? ഇവിടെ MBBS കഴിഞ്ഞിട്ടും MD കഴിഞ്ഞിട്ടും ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ഗവൺമെന്റ് ജോലി കാത്തിരിക്കുന്ന എത്രയോ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഡോക്ടർമാർ അവർ പഠിച്ചിറങ്ങിയിട്ടുള്ള നാട്ടിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഗവൺമെന്റ് ആശുപത്രികളിലെ ജോലിക്ക് ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് പറയുന്ന എത്രയോ മനുഷ്യർ കേരളത്തിന്റെ മണ്ണിലുണ്ട്. പക്ഷേ ജോലി കൊടുക്കാൻ, ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ജോലി കൊടുക്കാൻ സംവിധാനമൊരുക്കാതെ 3.5 ലക്ഷം രൂപയോളം ശമ്പളം കൊടുത്തുകൊണ്ട് കേരള ഗവർണറേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന PSC ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജോലി വേണമെങ്കിൽ പണം തരിക, പിൻവാതിൽ നിയമനം നടത്തിത്തരാമെന്നുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ടാണ് ഇപ്പൊ PSC പോലും പ്രവർത്തിക്കുന്നത്. ഈ യാഥാർത്ഥ്യം കൂടി ചർച്ച ചെയ്തുകൊണ്ട് മനുഷ്യരുടെ ആനുപാതിക ക്രമമനുസരിച്ച് MLA വേണമെങ്കിൽ, മനുഷ്യരുടെ ജനസംഖ്യ അനുസരിച്ച് MP ഉണ്ടാകണമെങ്കിൽ മനുഷ്യരുടെ ജനസംഖ്യ അനുസരിച്ച് ആശുപത്രി സംവിധാനങ്ങൾ ഉണ്ടാകണ്ടേ? അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കുന്നു. ആശുപത്രിയുണ്ട്, ഡോക്ടർ ഉണ്ടാകണ്ടേ, അവിടെ നഴ്സുമാരുണ്ടാകണ്ടേ, മരുന്നുണ്ടാകണ്ടേ? ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആരോഗ്യവകുപ്പ്. ആ ആരോഗ്യവകുപ്പിന്റെ നിരന്തരമായ കെടുകാര്യസ്ഥത അത് അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് പാർട്ടി ഇതിനെക്കുറിച്ച് പറയുന്നത്. ഒരു ചെറുക്കനെ ആശുപത്രി മെഡിക്കലിൽ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു അടിയന്തരമായിട്ടുള്ള ഇന്നിപ്പോ ഈ വിഷയം നടക്കുകയാണല്ലോ കൊല്ലത്ത്. നാളെ കളക്ടറെ കാണാൻ പോണം. ആര് പോകണം? നിങ്ങൾ പോകണം. പോയിട്ട് തീരുമാനം ഉണ്ടാക്കണം. ആ കുട്ടികളെ അന്ത്യവിശ്രമം ചെയ്യണമെന്ന് കാണിക്കണം. പഞ്ചായത്തിലല്ല ഇവിടെ വന്നില്ലല്ലോ.
ഇവിടെ സന്ദർശിക്കണം, വീട് സന്ദർശിക്കണമെന്നായിരുന്നു. എല്ലാ പാർട്ടിക്കാരെയും വിളിക്കാം, എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചിട്ട്